പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാക്കി ഞങ്ങളെ ഉയർത്തിയതിനെയോർത്ത് ഇനിയും ആ കൂട്ടായ്മ വലുതാക്കിക്കൊണ്ട് ഞങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതിനെയോർത്തും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഈ ശുശ്രൂഷ അനേക ആയിരങ്ങൾക്ക് എത്തിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ അഭിഷിക്തനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണെന്നും സ്വർഗം പെട്ടെന്ന് ഇടപെടുന്ന പ്രാർത്ഥനയാണെന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ട് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. കർത്താവ്, ഈ മാതാപിതാക്കളെ, ഇവരുടെ കുടുംബങ്ങളെ, ഇവരുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ പരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ അങ്ങയുടെ മക്കളെയും ഇവരുടെ പ്രാർത്ഥനകളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. അതിനായി കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ മാതാവേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഉണ്ണീശോയെ, തിരുക്കുടുംബത്തിന്റെ സജീവ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തോടും ഞങ്ങളുടെ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരി സന്തോഷമുണ്ട്. വീണ്ടും ഒരു ദിവസം കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ അനുവദിച്ചതിനെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഈ ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ അനേകം മാതാപിതാക്കള് അച്ഛനെ വിളിക്കുന്നു, മെസ്സേജ് വിടുന്നു. അതിലൊത്തിരിയേറെ പേര് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, മെസ്സേജ് വിടുന്നുണ്ട്. ഒത്തിരി അത്ഭുതങ്ങള് ഞാൻ പറഞ്ഞില്ലേ, സ്വർഗം ഇടപെടുന്ന പ്രാർത്ഥനയാണ്, സ്വർഗം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി അനുദിന ആഹാരത്തിന് വേണ്ടിയും അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അനേക മക്കൾക്ക് രോഗശാന്തികൾ, അകന്നു പോയ മക്കൾ തിരിച്ചു വരുന്നു, പള്ളി പോകാത്ത മക്കൾ പള്ളിയിലേക്ക് പോകാൻ വരുന്നു, ഉദാശ സ്വീകരിക്കാൻ താല്പര്യമില്ലാതെ മാറി വർഷങ്ങളായി നടന്ന മക്കൾ അതിലേക്ക് വരുന്നു, അനുസരിക്കാത്ത മക്കൾ അനുസരിക്കുന്നു, പഠനം മുടങ്ങിപ്പോയ മക്കൾ പഠനം പുനരാരംഭിക്കുന്നു, ഒത്തിരിയേറെ പഠിക്കാൻ പറ്റാത്ത മേഖലകളെ തുറന്നുകൊണ്ട് പരീക്ഷാ വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. അങ്ങനെ നിരവധി അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളും അനേക മക്കൾ വിളിച്ച് പറയാറുണ്ട്. അതിനെല്ലാം ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാൻ നമുക്ക് ഒരുമിച്ച്. അവിടെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അനേക മക്കൾ പറഞ്ഞു, അച്ഛാ, ഓഗസ്റ്റ് 27-ാം തീയതി മുതൽ ഒരു ദിവസം പോലും ഞങ്ങൾ മുടങ്ങിയിട്ടില്ല. അതിന്റെ അനുഭവം, അതിന്റെ മാറ്റം ഞങ്ങളുടെ കുടുംബത്തില്, മക്കളില് സംഭവിക്കുന്നുണ്ട്. ഇത് നിസാര സംഭവമല്ല മക്കളെ, ഇത് പ്രാർത്ഥനയാ. പ്രാർത്ഥന സ്വർഗം ഇടപെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യം വിളിച്ചു തരുന്ന അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആരും ഭയപ്പെടണ്ട, നിരാശപ്പെടണ്ട. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, പ്രാർത്ഥന തുടരാം. എപ്പോ നമ്മൾ മരിക്കണവരെ നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മുടെ ഉത്തരവാദിത്വം, നിയോഗമാണ് മക്കളിലേക്ക് കർത്താവിന്റെ കൃപ, കർത്താവിന്റെ സഹായം, കർത്താവിന്റെ ഇടപെടൽ ചോദിച്ചു വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അത് നമ്മൾ നിറവേറ്റുകയാണ്. ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, ശുശ്രൂഷ സ്വീകരിക്കുക, അനേക മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കുക. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മാതാപിതാക്കൾ ഇതുപോലെ ഉണർന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മള് ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനമാണ്. സംഭവം ഇതാണ്: ഒരപ്പൻ തന്റെ കൊച്ചിനെ കൊണ്ടുവന്ന് ഈശ്വരനെ അടുത്ത് പ്രാർത്ഥിക്കണം. എന്നിട്ട് ആ കൊച്ചിന്റെ അവസ്ഥയെ കുറിച്ച് അപ്പൻ പറയുന്ന കാര്യമാണ്. ഈശ്വരൻ പറഞ്ഞു കേട്ടെ, മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. ഈ കൊച്ചിന്റെ അവസ്ഥ ഓർത്തു. മൂകനായ, ബധിരനായ ആത്മാവ് ബാധിച്ചു. അവൻ മൂകനാണ്, ബധിരനാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അപസ്മാര രോഗം പിടിപെട്ടിരിക്കുന്നു, അങ്കപ്പാട തകർന്നിരിക്കുന്നു, പിശാച് കേറിയാൽ നിലം പതിപ്പിക്കുന്നു, നുരയും പതയും വരുന്നു.
അവനെ മരവിച്ച പോലെ ആക്കുന്നു. നോർത്തുക്കി ഒരു കൊച്ചിന്റെ അവസ്ഥയാണ്. നമ്മുടെ കർത്താവ് അവന്റെ വിശ്വാസത്തെയൊക്കെ ഒന്ന് പറയുന്നുണ്ട്. അപ്പൊ വിശ്വാസം പരിഹരിച്ച് കർത്താവെ എന്തെങ്കിലും ചെയ്യാൻ പൈസ പറയാ കഴിയുമെങ്കിലെന്നോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലെന്നോ. ഈശോ അതിനുശേഷം 25-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ ആ പിശാചിനെ ബഹിഷ്കരിക്കുക. മൂകനും ബധിരനുമായ ആത്മാവേ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോ. ഇനി ഒരിക്കലും അവന് പ്രവേശിക്കരുത്. കേട്ടോ, ഇനി പ്രവേശിക്കരുത്. പിശാചി കേറി അവനെ മൂകനാക്കി, ബധിരനാക്കി, അവനെ അപസ്മാരോഗത്തില് ഇതുപോലെ പീഡിപ്പിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് യേശു ആ അപ്പന്റെ വിശ്വാസം പരിഗണിക്കാതെ അപ്പന്റെ പ്രാർത്ഥന കേട്ട് ഇടപെട്ടു. പിശാചിനെ ബഹിഷ്കരിച്ചു. ആ ബാലൻ മരിച്ചവനെ പോലെയായി. അവനെ അതിനുശേഷം കർത്താവ് പിടിച്ചെഴുന്നേൽപ്പിച്ച് അപ്പനെ ഏൽപ്പിച്ചു കൊടുക്കാണ്. ഇതാണ് നമ്മുടെ കർത്താവ്, ഇതാണ് ദിവ്യകാരുണ്യ ഈശോ. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഒരപ്പന്റെ ഉത്തരവാദിത്വം. ഇതുപോലെ വേദനിക്കുന്ന മക്കളുണ്ട്, പിശാച് ആവസിച്ച മക്കളുണ്ട്, മൂകരായി പോയ മക്കള്, ബധിരായി പോയ മക്കള്, അടിമത്തിൽപ്പെട്ടുപോയ മക്കള്, പിശാച് പീഡിപ്പിച്ച് പല പല രോഗങ്ങളിൽ കുടുക്കിപ്പോയ മക്കള്. ഈ മക്കളെ കൊണ്ടുവരണം, കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ഈശോയുടെ അവസ്ഥകളൊക്കെ പറ. നമുക്ക് ഇനി വിശ്വസിക്കാൻ പറ്റായ്മകൾ ഉണ്ടെങ്കിൽ, കർത്താവേ എന്റെ അവിശ്വാസം അങ്ങ് കണക്കിലെടുക്കരുത്. പാവപ്പെട്ട അപ്പനാണ്, പാവപ്പെട്ട അമ്മയാണ്. ചിലപ്പോഴെങ്കിലും സങ്കടവും നിരാശയും പരാതിയും അവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. അതെന്റെ മാനുഷികമാണ്. ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. ആ നിമിഷം കർത്താവ് പറയാ, വിശ്വാസമില്ലാത്ത തലമുറയെ എത്ര ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈശോ ചോദിക്കവിടെ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈശോ പ്രവർത്തിക്കും. ഒരു കാര്യം ഉറപ്പ്, വിശ്വാസത്തോടെ മക്കളെ കൊണ്ടുവന്നോ ഈശോ ഇടപെട്ടിരിക്കും. കണ്ടില്ല കഴിഞ്ഞ ദിവസം ജൈറൂസിന്റെ ജീവിതത്തില് കർത്താവ് ഇടപെട്ടത്. ഇതുപോലെ മക്കളെ കൊണ്ടുവന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവന്റെ ജീവിതത്തില്, അവന്റെ മക്കളിൽ കർത്താവ് ഇടപെട്ട ചരിത്രമേ ഉള്ളൂ. കാരണം ഈശോ അതുപോലെ മക്കളെ സ്നേഹിക്കുന്നുണ്ട്. ഒരിക്കലും മാതാപിതാക്കള് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോ ശിഷ്യന്മാർ തടഞ്ഞപ്പോ ഈശോ എന്ന് പറഞ്ഞ മക്കളെന്റെ അടുത്ത് വരട്ടെ. അപ്പൊ നമ്മൾ കൊണ്ടുവരാണെങ്കിലോ ഈശോക്ക് എന്ത് സന്തോഷമായിരിക്കും. നമ്മുടെ മക്കളെ നമ്മൾ ഈശോയുടെ അടുത്തേക്ക് ശാരീരികമായിട്ട് വന്നില്ല എന്ന് വരും, ആത്മീയമായിട്ട് കൊണ്ടുവരിക. എന്നിട്ട് പറയും, ഈശോ ഇതാണ് എന്റെ മക്കൾ. കർത്താവ് അവരെ അനുഗ്രഹിക്കും. അങ്ങോട്ട് ചെല്ലും കർത്താവ്. ആ മക്കളെ അരികിലേക്ക് ഈശോ ചെന്നോളും. കർത്താവ് ഇടപെടും മക്കളെ. അതുകൊണ്ട് ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് മാതാപിതാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ചങ്കായ മക്കളെ സ്നേഹത്തോടെ കൊണ്ടുവരാം, സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ ഇടപെട്ടിരിക്കും. ജോലിയില്ലാത്ത മക്കള്, തകർന്നു പോയ മക്കള്, നിരാശപ്പെട്ട് കിടക്കുന്ന മക്കള്, പാപത്തെ പെട്ടുപോയ മക്കള്, പിശാച് ഇതുപോലെ പീഡിപ്പിക്കുന്ന മക്കള്, എന്തുമാകട്ടെ കർത്താവിനെ സാധ്യമായിട്ടൊന്നുമില്ല. ഈശോ ഇടപെട്ടിരിക്കും. സത്യം 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 സത്യമായിട്ട് ഈശോ ഇടപെട്ടിരിക്കും. അതാണ് ഈശോയുടെ വാക്ക്. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ചോദിക്കുക ലഭിക്കും. മക്കളെ അനുഗ്രഹിക്കുന്ന സത്യസന്ധനായ, വിശ്വസ്തനായ, പറഞ്ഞാൽ വാക്കുമാറാത്ത, ചെയ്ത പ്രവൃത്തി അതേപോലെ ചെയ്യുന്ന, പ്രവൃത്തിയിൽ മാറ്റമില്ലാത്ത ആ കർത്താവ് ഈ പ്രവൃത്തി നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും ചെയ്തിരിക്കും. നമ്മുടെ മക്കളെ വിമോചിപ്പിച്ച് നമ്മുടെ കൈകളിൽ വീണ്ടും പിടിച്ചേൽപ്പിക്കും കർത്താവ്. കർത്താവേ, ഈ അഭിഷേകം നൽകി അങ്ങയുടെ ഈ മാതാപിതാക്കളെ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. എഴുതിപ്പോയ മക്കളെ, പിശാചി പിടിച്ചു കൊണ്ടുപോയ മക്കളെ അങ്ങ് തിരിച്ചു പിടിച്ച് അതിനെ മോചിപ്പിച്ച് ആ മക്കളുടെ കരം പിടിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചു തരണമേ. അങ്ങയുടെ മക്കളെ ഏൽപ്പിച്ചു കൊടുക്കണമേ എന്ന് യേശു നാമത്തിൽ ഈ വചനശക്തിയിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ വലിയ പ്രാർത്ഥനയോടെ ദിവ്യകാരനാഥന് മുമ്പിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി സമയം പ്രാർത്ഥിക്കാം. മക്കളെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, മക്കളെ കുറിച്ചുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് അങ്ങ് ഇടപെടുന്ന സ്വർഗീയമായ ഉറപ്പുകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ അവിശ്വാസത്തെയും ഞങ്ങളുടെ അവിശ്വാസത്തിന്റെ സങ്കടങ്ങളെയും നിരാശകളെയും ഉത്കണ്ഠകളെയും ഭയത്തെയും മക്കളെ കുറിച്ചുള്ള എല്ലാ ചിന്താഗതികളെയും ഞങ്ങൾ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാറ്റിനും പരിഹാരം അങ്ങ് തന്നെ
അങ്ങ് മാത്രമാണെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. കർത്താവേ, അപസ്മാരം ബാധിച്ച് മൂകനും ബധിരനുമായ ആത്മാവ് ബാധിച്ച ആ മകന്റെ അപ്പനെ പോലെ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ, ആ അപ്പന്റെ അവിശ്വാസത്തെ കണക്കിലെടുക്കാതെ ആ മകന്റെ കണ്ണുനീരും വേദനയും കണ്ടുകൊണ്ട് ആ മകന്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ അവിശ്വാസത്തെ ഓർത്ത്, ഞങ്ങളുടെ നിരാശയോർത്ത്, ചിലപ്പോഴെങ്കിലും പരാതിപ്പെട്ട് പെറുപെറുത്ത് വിശ്വാസത്തിൽ നിന്ന് പോലും അകന്നു പോയതെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അതൊന്നും കണക്കിലെടുക്കാതെ കരുണയായിരുന്നു കൊണ്ട് ഞങ്ങളുടെ മക്കൾ ജീവിതത്തിലും ഇടപെടണമേ. ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളെ ആ മകനിൽ നിന്ന് അങ്ങ് ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കുകയും ഇനി ഒരിക്കലും അവന് പ്രവേശിക്കരുതെന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് വിടുവിച്ച പോലെ കർത്താവേ, ഞങ്ങളുടെ മക്കൾക്കും ഈ ഒരു വിടുതൽ നൽകണം. പൈശാചിക ശക്തികൾ ഞങ്ങളുടെ മക്കളെ വിട്ടുമാറി പോകണം. ഇനി ഒരിക്കലും പ്രവേശിക്കാൻ ഇടയാകാത്ത വിധത്തില് കർത്താവേ, ഞങ്ങളുടെ മക്കളെ പരിപൂർണമായ സൗഖ്യത്തിലേക്ക്, വിടുതലിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങ് ദാനമായി തന്നതാ ഞങ്ങളുടെ മക്കളല്ല യേശുവേ, അങ്ങയുടെ മക്കളാണ്. അങ്ങയുടെ മക്കളായിട്ട് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അങ്ങയുടെ മക്കളെ യേശുവേ അങ്ങ് അനുഗ്രഹിക്കണം, അങ്ങ് സംരക്ഷിക്കണം, അങ്ങ് വിടുവിക്കണം. ഒരു പിടിക്കും ഞങ്ങളുടെ മക്കളെ വിട്ടുകൊടുക്കരുത് കർത്താവേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ഞങ്ങളുടെ മക്കൾ സ്വതന്ത്രരാകട്ടെ, ഞങ്ങളുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ, ഞങ്ങളുടെ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. തിന്മ തുടരുത്, ഇനിയൊരിക്കലും പ്രവേശിക്കരുത്. ലോകപാപ പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ രക്തത്തിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. കർത്താവേ, അങ്ങയുടെ ചിറകിന്റെ കീഴില്, അങ്ങയുടെ തിരുരക്ത കോട്ടക്കെട്ടിനുള്ളില്, അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളില് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും പൊതിഞ്ഞു പിടിക്കണമേ. സാത്താൻ കാണാതെ, ലോക പാപ പിശാചി തൊടാതെ, ദുഷ്ടഘോര ശത്രു കാണാൻ പോലും പറ്റാത്ത വിധത്തില് ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ. ഞങ്ങളെയും സംരക്ഷിക്കണമേ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാന സന്നദ്ധിയില് സമർപ്പിച്ച് ഈശ്വരാശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.